ഖുർആനും സുന്നത്തുമാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തനങ്ങളുടെ മാനദണ്ഡമെന്ന് പലപ്പോഴും പറയാറുണ്ട്. എന്നാൽ ഇന്ത്യൻ ജനാധിപത്യം എങ്ങനെയാണ് ഖുർആന്റെയും സുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ഉൾക്കൊള്ളാൻ കഴിയുക? ഇന്ത്യയിൽ ഉൾപ്പെടെയുള്ള ആധുനിക ജനാധിപത്യത്തിന് രണ്ട് തലങ്ങളുണ്ട്. ലോകത്തെ ഏത് സാമൂഹ്യ ക്രമത്തിനും രണ്ട് തലങ്ങളുണ്ടാവും. ഒന്ന് അതിൻ്റെ ഒരു ദാർശനിക തലമാണ്, മറ്റൊന്ന് അതിൻ്റെ പ്രായോഗിക തലമാണ്. ജനാധിപത്യത്തിൻ്റെ ദാർശനിക തലം തീർച്ചയായും ഇസ്ലാമിന് വിയോജിപ്പുള്ള ഒന്നാണ്. എന്താണ് ശരി, എന്താണ് തെറ്റ്, എന്താണ് നിയമം, എന്താണ് നിയമവിരുദ്ധം, ഇത് തീരുമാനിക്കാനുള്ള മാനദണ്ഡം ജനാധിപത്യത്തെ സംബന്ധിച്ചിടത്തോളം ഭൂരിപക്ഷത്തിൻ്റെ അഭിപ്രായമാണ്, അല്ലെങ്കിൽ ഭൂരിപക്ഷത്തിൻ്റെ പ്രതിനിധികളുടെ അഭിപ്രായമാണ്, അല്ലെങ്കിൽ ജനപ്രതിനിധികളുടെ ഭൂരിപക്ഷത്തിൻ്റെ അഭിപ്രായമാണ്. ഇതിനോട് ഇസ്ലാം തീർച്ചയായും വിയോജിക്കുന്നു. ശരിക്കും തെറ്റിനും, നന്മക്കും തിന്മക്കും, നിയമത്തിനും നിയമവിരുദ്ധതക്കും ദൈവികമായ മാനദണ്ഡങ്ങളുണ്ട്. പക്ഷെ ഒരു വ്യവസ്ഥയോട് നമുക്ക് വിയോജിപ്പുണ്ട് എന്നത് ആ വ്യവസ്ഥയുമായി ഒരു ബന്ധവും പുലർത്താതിരിക്കാനുള്ള കാരണമല്ല. അതിൻ്റെ വിഷയം അങ്ങനെ നിങ്ങൾക്ക് ഒരു ബന്ധവും പുലർത്താതെ ജീവിക്കാൻ കഴിയില്ല. ലോകത്ത് രണ്ട് കാര്യങ്ങൾ, ഇപ്പോൾ ഒന്ന് പ്രകൃതി പ്രതിഭാസങ്ങളായി, അത് കഴിഞ്ഞാൽ എല്ലാ മനുഷ്യരെയും, ഒരുപക്ഷെ ജീവജാലങ്ങളെ അടക്കം ബാധിക്കുന്ന മറ്റെന്തെങ്കിലും ഒരു കാര്യമുണ്ടെങ്കിൽ അത് പൊളിറ്റിക്കൽ സ്ട്രക്ചറാണ്, രാഷ്ട്രവ്യവസ്ഥയാണ്. രാഷ്ട്രവ്യവസ്ഥേൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഒരാൾ എനിക്ക് അതൊന്നും ബാധകമല്ല, ഞാനിതിലൊന്നും ഇല്ല എന്ന് പറഞ്ഞ് ഏതോ ഒരു മലയുടെ മുകളിൽ പോയിരുന്നാലും പല അർത്ഥത്തിലും അയാളെയും അത് ബാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു വ്യവസ്ഥയോട് ആശയപരമായി വിയോജിപ്പുണ്ട് എന്നതുകൊണ്ട് ആ വ്യവസ്ഥയുമായി ഒരു ബന്ധവും പുലർത്തേണ്ടതില്ല എന്ന നിലപാട് ഇസ്ലാമിനില്ല. ഇപ്പം രാജാധിപത്യം, ഇസ്ലാമിക ഖിലാഫത്തിന് ശേഷമുണ്ടായ മുലൂക്കിയത്ത്, ഭരണാധികാരിയെ തിരഞ്ഞെടുക്കേണ്ടത് പാരമ്പര്യമായിട്ടാണോ ജനഹിതമനുസരിച്ചാണോ എന്ന ചോദ്യത്തിന് ഇസ്ലാമിൻ്റെ ഉത്തരം ജനഹിതമനുസരിച്ച് എന്നാണ്. അതുകൊണ്ടാണ് 4 ഖലീഫമാരും അങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ടത്. പക്ഷെ പിന്നീട് രാജവാഴ്ച വന്നു. ആ രാജവാഴ്ച എന്നതിനോട് ഇസ്ലാമിന് വിയോജിപ്പുണ്ട്, അതുകൊണ്ട് ആ വ്യവസ്ഥയുമായിട്ട് ഒരു ബന്ധവും പുലർത്തൂല എന്നൊരിക്കലും ഇസ്ലാം തീരുമാനിക്കുന്നില്ല. ചരിത്രത്തിലും ഇസ്ലാമിൻ്റെതല്ലാത്ത ഒരുപാട് വ്യവസ്ഥകൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. അവയോടൊന്നും ഒരു ബന്ധവും പുലർത്താതിരിക്കുക എന്ന സമീപനമല്ല അക്കാലത്തെ പണ്ഡിതന്മാർ സ്വീകരിച്ചത്. മറിച്ച് അതിൽ യോജിക്കാൻ കഴിയുന്ന കാര്യങ്ങളോടെല്ലാം യോജിക്കുകയും ആ വ്യവസ്ഥക്കകത്തു തന്നെ ഇസ്ലാമിൻ്റെതായ ഒരുപാട് മൂല്യങ്ങൾ ഉണ്ടാവും. ഇപ്പം ഇന്ത്യയുടെ ഭരണഘടന, ആ ഭരണഘടനയുടെ അടിത്തറയോട് ദാർശനികമായ വിയോജിപ്പുകൾ ഉണ്ടായിരിക്കുമ്പോൾ തന്നെ ആ ഭരണഘടനയിൽ ഇസ്ലാമികമായ ഒരുപാട് മൂല്യങ്ങളുണ്ട്. ആ മൂല്യങ്ങളെ രാജ്യത്ത് സ്ഥാപിച്ചെടുക്കുക, രാജ്യത്ത് പരമാവധി നന്മയും അതേപോലെ സാമൂഹ്യനീതിയും ക്ഷേമ ഭരണവും ഒക്കെ സ്ഥാപിച്ചെടുക്കുക എന്നത് ഇസ്ലാമികമായൊരു കാര്യമാണ്. അതൊക്കെ ഇസ്ലാമിൻ്റെ ഇത്തരം മൂല്യങ്ങളൊക്കെ സ്ഥാപിക്കണമെങ്കിൽ ആ രാജ്യത്തിൻ്റെ ഭരണത്തിൻ്റെ ദാർശനിക വ്യവസ്ഥ മാറിയാൽ മാത്രമേ അത് സാധ്യമാവുകയുള്ളൂ എന്നോ, അല്ലെങ്കിൽ അപ്പോഴേ അതിന് ശ്രമിക്കേണ്ടതുള്ളൂ എന്നോ ഒന്നും കരുതുന്നതിൽ ഒരു അർത്ഥവുമില്ല. സാമൂതിരി കേരളം ഭരിക്കുമ്പോൾ, അല്ലെങ്കിൽ കോഴിക്കോട് ഭരിക്കുമ്പോൾ, സാമൂതിരി ഒരു സനാതന ഹിന്ദുവായ ഒരാളാണ്. സ്വാഭാവികമായിട്ടൊരു രാജഭരണത്തിൽ രാജാവിൻ്റെ ആശയങ്ങളാണ് പ്രയോഗവൽക്കരിക്കപ്പെടുക, അതാണ് അതിൻ്റെ അടിത്തറയായിരിക്കുക. പക്ഷെ അപ്പോഴും ഇവിടുത്തെ മുസ്ലിം പണ്ഡിതന്മാർ ആ ഭരണകൂടത്തോട് ഇതെല്ലാം അറിഞ്ഞുകൊണ്ടും പറഞ്ഞുകൊണ്ടും തന്നെ സഹകരിക്കുന്നുണ്ട്. ഇസ്ലാമികമായി അവർക്ക് യോജിപ്പുള്ള എല്ലാ കാര്യങ്ങളോടും അവർ യോജിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പം ഇതാണ് ഇസ്ലാമിൻ്റെ ഒരു പൊതുവായ രീതി എന്ന് പറയുന്നത്. ഒരു ഭരണക്രമത്തോട് യോജിക്കുന്നു എന്നതുകൊണ്ട് അതിനോടുള്ള ആശയപരമായ എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും അവസാനിപ്പിക്കുക എന്നതോ, ആശയപരമായ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് എന്നതുകൊണ്ട് ബാക്കി വിശദാംശങ്ങളിലും പ്രയോഗത്തിലുമുള്ള സാധ്യതകളെ ഉപയോഗപ്പെടുത്താതിരിക്കുകയും അതിനോട് സഹകരിക്കാതിരിക്കുകയും ചെയ്യുക എന്നതോ അല്ല. ഈ രണ്ട് ആത്യന്തികതകൾക്കിടയിലുള്ള ഒരു മധ്യമ മാർഗമാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിൻ്റെ മാർഗം. ചരിത്രത്തിലുടനീളം എല്ലാ ഇസ്ലാമിക സമൂഹങ്ങളും ഇതാണ് പ്രാക്ടീസ് ചെയ്തിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഈ പണ്ഡിതന്മാരൊക്കെ ഇസ്ലാമിൻ്റെ തൗഹീദ് പ്രബോധനം ചെയ്തിട്ടുണ്ട്. ആ തൗഹീദിൻ്റെ ഭാഗമാണ് അള്ളാഹിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്നതും, ശരിയുടെയും തെറ്റിൻ്റെയും മാനദണ്ഡമായിട്ട് അള്ളാഹുവിനെ മനസ്സിലാക്കണം, അംഗീകരിക്കണം എന്നതും. അത് വിശ്വസിക്കുകയും പ്രബോധനം ചെയ്യുകയും ചെയ്യുന്നതോടൊപ്പം തന്നെ അവരവർ ജീവിച്ചിരുന്ന സാമൂഹ്യ രാഷ്ട്രീയ ക്രമങ്ങളോട് യോജിക്കാവുന്നിടത്തോളം യോജിച്ചും അതിലിടപഴകിയും അതിലെ നന്മ തിന്മകൾ തമ്മിലുള്ള സംഘട്ടനത്തിൽ നന്മയുടെ പക്ഷത്തു നിന്നുമൊക്കെ മുന്നോട്ട് പോവുകയാണ് അവർ ചെയ്തിട്ടുള്ളത്.